സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് ഉറച്ചു വായിച്ചേ. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. മതി. അതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് അവനെ സമർപ്പിച്ചിരിക്കുന്നു. അതായത് ഹന്ന തൻ്റെ മകനായ ശമൂവേലിനെ കൊണ്ട് എലി പുരോഹിതൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു അതിനുള്ള ക്രമീകരണങ്ങൾക്ക് എല്ലാം ചെയ്ത് കൊടുത്തു. ഇത് പറഞ്ഞ കാര്യം ഇന്ന് നമ്മളുടെ ദൈവമക്കളുടെ പ്രാർത്ഥിക്കുന്ന പാസ്റ്റേഴ്സിൻ്റെ കുടുംബം, ദൈവമക്കളുടെ എല്ലാവരുടെയും കുടുംബത്തിനകത്ത് നമ്മുടെ മക്കൾ വല്ലാതെ വഴിതെറ്റി പോകുന്നുണ്ട്. വല്ലാതെ അവർ കർത്താവിനോട് അടുക്കാനായിട്ടുള്ളൊരു മനസ്സില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹന്ന ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഹൃദയം കൊണ്ട് അവർ ആ മകനെ കൊടുത്തു എന്നുള്ള കാര്യം സത്യമാണ്, ഇല്ലെന്ന് ഞാനും പറയില്ല. പക്ഷേ അവിടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കും. ശമൂവേലിനെ ദൈവം വിളിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശമൂവേൽ ഒരു പ്രവാചകൻ്റെ അഭിഷേകം തൻ്റെ മേൽ വരുന്നത്. ശമൂവേലെ ശമൂവേലെ എന്ന് വിളിക്കുന്നുണ്ട്. അതുവരയ്ക്കും ശമൂവേൽ ആ ആലയത്തിൽ വളരുന്നുണ്ട്, ആലയത്തിൽ നിൽക്കുന്നുണ്ട്. എലി പുരോഹിതൻ്റെ മക്കളും അവിടെയുണ്ട്. എല്ലാം ശരി തന്നെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളുടെ മക്കൾ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് തെറ്റല്ല, ആരാധിക്കുന്നെന്ന് പറയുന്നത് തെറ്റല്ല. അവരുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണ്ടേ. നമ്മൾ അവരെ നിർബന്ധിക്കുകയാണ്, ഇങ്ങോട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കടാ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കടാ. അത് ശരിയായിട്ടുള്ളൊരു ഇതല്ല. ദൈവം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ സന്ദർശിക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ഹൃദയത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ സ്തോത്രം അവർ ദൈവത്തിന് പെട്ടു വരത്തുള്ളൂ. ഇത് നമ്മൾ പാസ്റ്റർമാരുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ട്, പ്രാർത്ഥന, ആരാധന. പക്ഷെ നിങ്ങൾ ചിന്തിക്കേ, എലി പുരോഹിതൻ്റെ മക്കളും അവിടെ വളരുന്നുണ്ട്. എലി പുരോഹിതനാണ്, പക്ഷെ അവരുടെ 2 മക്കളും പുരോഹിതൻ്റെ ആ ആശയത്തിലല്ല അവർ വളർന്നു പോകുന്നത്. പക്ഷെ പുരോഹിതൻ അങ്ങ് എന്ത് പറയാൻ. കാരണം ഇതൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെടുകയോ പെടാതിരിക്കുകയോ. നമ്മുടെ മക്കളെ നമ്മൾ ബേക്കിൽ നിന്ന് നമ്മൾ നിർബന്ധിക്കരുത്. ചർച്ചിൽ വാ, പ്രാർത്ഥനയ്ക്ക് വാ, പള്ളിയിൽ വാ. അവർ പള്ളിയിലും പ്രാർത്ഥനയ്ക്കും ഒക്കെ വരും, കയ്യിലൊരു മൊബൈലും കാണും. കയ്യിലൊരു മൊബൈലും കാണും. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും ലോകമോഹത്തിൻ്റെ ചിന്തകളായിരിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ പറയാം, രാജീവ് പാസ്റ്ററെ നമ്മളപ്പോൾ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം, പക്ഷെ നിങ്ങൾ നിർബന്ധിക്കരുത് അവനെ. ദൈവമേ, എൻ്റെ മകന് ഹൃദയത്തിൽ അങ്ങ് തൊടണം. അല്ലാതെ എല്ലാ വിഷയത്തിനും ഇതാ അവരെ നോക്ക്. ആ മക്കൾ പഠിക്കുന്ന കണ്ട, ഈ മോൻ പഠിക്കുന്നത് കണ്ട, ആ മോൻ സൺഡേ സ്കൂളിൽ കറക്റ്റാണ് വരുന്നത് കണ്ട, ആ എലിസബത്തിൻ്റെ മോളെ നീ ശ്രദ്ധിച്ച, അവൾ എന്ത് നല്ല വചനം വായിക്കുന്നു. നീ ഒരു പാസ്റ്ററിൻ്റെ മോനല്ലേ, നിനക്ക് ഇതൊന്ന് പഠിച്ചുകൂടെ, നീ സാത്താൻ ഉണ്ടായതാണോ? ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവരുടെ ഹൃദയം മുറിയാതെ. അപ്പം 100% അമ്മമാർക്കും അപ്പന്മാർക്കും ഉണ്ട്. അതവർ വളർന്നോളും. പിന്നെ വലിയ പാസ്റ്റേഴ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസിനായിരുന്നാലും കൂട്ടുകാരന്മാരായിരുന്നാലും വന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ വിചാരിക്കണം അവർ നമ്മളോടൊപ്പം വളരുന്നുണ്ട്, അവർ നമ്മളുടെ ഞങ്ങൾക്ക് കിട്ടിയ അഭിഷേകം ഞങ്ങളുടെ മക്കൾക്കും വീഴുന്നുണ്ട്. അങ്ങനെയൊന്നും ചരിത്രത്തിലില്ല. ഉണ്ടാ? എങ്കിൽ പിന്നെ മോശയുടെ മോൻ എവിടെ? പറ, മോശയുടെ മോൻ എവിടെ? ഇല്ല. ചിന്തിക്ക്. ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കളെവിടെ? ഇളയവൻ മാത്രം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. മൂത്തവൻ എങ്ങനെ പിശാച് കയറി? കർത്താവ് എന്താ പറഞ്ഞേ? നീ നല്ലത് ചെയ്തിരുന്നെങ്കിൽ, നീ നല്ല പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കൂലേ? എൻ്റെ ഇളയവൻ നല്ലത് ചെയ്തു, അവനിൽ പ്രസാദിച്ചു. കണ്ട, ദൈവം നമ്മുടെ മക്കളെ പ്രസാദിക്കണം. നമ്മുടെ മക്കളുടെ മനസ്സിൽ ദൈവ സ്നേഹം പ്രസാദിച്ചാലേ സ്തോത്രം ദൈവത്തിൻ്റെ വേല ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂ. അവരെ നിർബന്ധിച്ച് ഉള്ള പാസ്റ്റർമാരത്രയും വിളിച്ചു വരുത്തി അവരും ദൂത് പറഞ്ഞ് ദൈവത്തെ ഡയറക്റ്റ്ലി അവരോടൊപ്പം കാണിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് പറഞ്ഞ് ഇഷ്ടപ്പെടുമെന്നും എനിക്ക് തോന്നണില്ലെന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ ശമൂവേലിനോട് എലി പുരോഹിതൻ പറഞ്ഞു കൊടുത്തു, ഞാനല്ല വിളിച്ചേ, നീ ഇനി വിളിക്കപ്പോൾ അടിയൻ ഇതാ, അടിയനോട് സംസാരിക്കണേ. ആ
വാക്ക് ശമൂവേലിൻ്റെ ചെവിയിൽ എത്താൻ എന്തുമാത്രം പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെയാണ് ശമൂവേൽ വന്നേ. ആ അമ്മ ആ ശമൂവേലിനെ പറഞ്ഞ് എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തു കാണും. നമ്മളുടെ പാസ്റ്റർമാരുടെ മക്കളെ നമ്മൾ പൊക്കിയേ പറയുള്ളൂ. എൻ്റെ മോൻ അവിടുത്തെ അമേരിക്കയിലാണ്, എൻ്റെ മോൻ ഇംഗ്ലണ്ടിലാണ്, അവൻ ഇംഗ്ലീഷിലേ സംസാരിക്കത്തുള്ളൂ, ഇംഗ്ലീഷിലേ പ്രസംഗിക്കത്തുള്ളൂ. അവസാനം എല്ലാം കൂടെ കലങ്ങി തിരിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ മന്ദബുദ്ധിയായിട്ടാണ് വരുന്നത്. ഉള്ള സാത്താന്മാരുടെ ചിന്തയെല്ലാം കൂടെ കലർത്തിയാണ് വരുന്നത്. ചിന്തിക്കും നിങ്ങൾ. ഇന്ന് എത്ര അമ്മമാർ, എത്ര പാസ്റ്റേഴ്സ് എന്നറിയുമ്പോൾ ഹൃദയം നൊന്ത് കരയുന്നേ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, മടങ്ങി വരും. വിശ്വസിച്ച് പ്രാർത്ഥിക്കേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കരുത്. ദൈവമേ, എൻ്റെ മകനെ അങ്ങ് സന്ദർശിക്കണം, അങ്ങ് തൊടണം, എങ്കിൽ മാത്രമേ ഒരു വിടുതലുള്ളൂ. സ്തോത്രം. ശമൂവേലിനെ അവിടെ കൊണ്ട് ആക്കി, ആലയത്തിൽ കൊണ്ടാക്കി. ഒരു കണ്ണുനീരില്ല, ഹൃദയത്തിലൊരു വേദനയുമില്ല. കാരണം യഹോവ തന്നു, ഞാൻ യഹോവയ്ക്ക് തന്നെ കൊടുക്കുന്നു. അവിടെ നിങ്ങൾ ചിന്തിക്കും, നല്ലൊരു പ്രവാചകനായി മാറി. ഇന്ന് നമ്മൾ അനേക പാസ്റ്റേഴ്സിൻ്റെ വാക്കുകളും കേട്ട് നമ്മുടെ മക്കളെ സ്തോത്രം അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ സൺഡേ ക്ലാസ്സാണ് ഏറ്റവും വലിയ വിഷയം. ഒന്നിനും കൊള്ളൂല പാസ്റ്റർ, അവൻ സൺഡേ ക്ലാസ്സിന് കയറിയ. നമ്മളൊന്ന് കണ്ട് പഠിപ്പിക്കരുത് മക്കളെ. ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നത് പോലെയാണ് എൻ്റെ മോൻ പ്രസംഗിക്കുന്നത്, അങ്ങനെ പറയരുത്. പ്രസംഗമായിരുന്നാലും പ്രാർത്ഥനയായിരുന്നാലും അത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വേണം ആ മകനെ ചെയ്യിപ്പിക്കാൻ. നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, എങ്കിലേ ആ മകൻ പരിശുദ്ധാത്മാവിനാൽ നിറയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ എപ്പോഴും ലോഹവുമായിട്ടൊരു ചിന്തയും ഒരു മോഹവും ഉണ്ടാവും. സ്തോത്രം. ഈ വചനം നിങ്ങൾ വായിക്കേ, മക്കൾക്ക് വേണ്ടി കരയേ, മക്കൾക്ക് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഇന്ന് ഒരുപാട് പാസ്റ്റർമാരുടെ കുടുംബത്തിലുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ. അവർക്ക് പുറത്തു പറയാൻ പറ്റൂല. അവർക്ക് പുറത്തു പറയാൻ പറ്റൂല. പക്ഷേ ഞാൻ ഇതിൽ കൂടി നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾക്കെല്ലാം അതേ അനുഭവത്തിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നു, ഉപവസിച്ചു. ഇത് എവിടെന്ന്, ഇത് എങ്ങനെ, ഇത് എന്ത്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെയൊക്കെ ഞങ്ങൾ വളരെ സ്തോത്രം തീഷ്ണതയോടുകൂടി ദൈവസന്നിധിയിൽ ഇരുത്തുന്നു. ഞാൻ ചോദ്യം, മക്കളെ നിൻ്റെ ഇഷ്ടത്തിൽ കൂടെയാണ് മക്കളെ നീ പ്രാർത്ഥിക്കാനിരിക്കുന്നത്? ഓ പപ്പ, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിൽ നിർബന്ധത്തിലും അല്ല. കാരണം അവർക്കൊരു ഇഷ്ടമുണ്ട്. എത്രയോ പേരെന്നറിയാമോ 14 വയസ്സായ കുട്ടികളെ പിടിച്ച് സാധനപ്പെടുത്തണം, 18 വയസ്സായ കുട്ടികളെ പിടിച്ച് സാധനപ്പെടുത്തണം. അവരുടെയൊക്കെ ചോദിക്കുന്നില്ല, മക്കളെ നിങ്ങൾക്ക് ഇത് ഇന്നതാണോ, പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ചെയ്യണം. പറഞ്ഞ് പേടിപ്പിക്കുന്നത്. നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ പോവും, അങ്ങനെ പോവും. സ്നാനം ക്രിസ്തുവിനോട് ചേരാനാണ്. ഇനി ഈ മക്കൾ സ്നാനപ്പെട്ടിട്ട് 3 മാസം നേരെ ചൊവ്വെ നിൽക്കൂ? നേരെ ചൊവ്വെ നിന്ന ചരിത്രം ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കേ, സ്നാനം ക്രിസ്തുവിനോട് ചേരാൻ. ഈ നിങ്ങളുടെയൊക്കെ പ്രസംഗിക്കുന്ന ഞാൻ തന്നെ എത്രയോ പാസ്റ്റർമാർ എൻ്റെ തലയെ കഴിച്ച് പറഞ്ഞ് സ്നാനപ്പെടുന്നു. ഞാൻ 1 വർഷം കാത്തിരുന്നു, സ്നാനത്തെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ കാത്തിരുന്നു, എന്തിനാണ് സ്നാനപ്പെടുന്നതെന്ന് കാത്തിരുന്നു. കൃപയാൽ 19 വർഷമായി. ദൈവത്തിൻ്റെ കൃപയാലാണ് ഇപ്പോഴും നിന്ന് പോകുന്നത്. ആ സ്നാനം എന്തെന്ന് പഠിച്ചു. നമ്മൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു, ആ പുതിയ മനുഷ്യൻ വന്നു. ഈ പുതിയ മനുഷ്യനെ എങ്ങനെ സ്തോത്രം യേശുവിനോട് നടക്കാം, പരിശുദ്ധാത്മാവിനെ എങ്ങനെ കുറച്ചുകൂടെ പ്രാപിച്ചെടുക്കാം എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് കൊണ്ടാണ്. ലോകങ്ങളുടെ മോഹങ്ങളൊക്കെ ഞങ്ങൾ കുറേ വിട്ടുകളയേണ്ടി വന്ന ആ കാലഘട്ടത്തിൽ. പക്ഷെ നമ്മുടെ മക്കൾക്ക്, ചെറുപ്പക്കാരാണ്, അവർ വളർന്നു വരുന്ന ഒരുപാടുണ്ട്. ഇപ്പോൾ മൊബൈലിൽ തന്നെ ഒരുപാട് പാട്ടുണ്ട്, മ്യൂസിക് ഉണ്ട്, ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അവർ ഏത് രീതിയിൽ ആരാധിക്കുന്നു, ഏത് രീതിയിൽ പാടുന്നു, വേറുപിടുത്തമില്ല. ഇത് പരിശുദ്ധാത്മാവാണോ എന്ന് പോലും അറിഞ്ഞില്ല. കാരണം പള്ളിയിൽ ഭയങ്കര ആക്റ്റീവ്, വീട്ടിൽ വരുമ്പോൾ ഭയങ്കര കോപം. അമ്മ ചായ ഇടാൻ പറഞ്ഞാൽ അത് കോപം, മക്കളെ ചോറ് കോരി കഴിയിടാൻ പറഞ്ഞാൽ അത് കോപം, കളിക്കാൻ വിട്ടില്ലെങ്കിൽ അത് കോപം. പക്ഷെ പള്ളിയിൽ അവർ ഭയങ്കര ഡിസിപ്ലിന്, ഭയങ്കര പാട്ട്. നമ്മൾ അതിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ, അതിലെനിക്ക് വലിയ കാര്യവുമില്ല. പക്ഷെ തലമുറകളെ സൂക്ഷിക്കുക, അവർക്ക് വേണ്ടി കരയെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.